നാട്ടിലൊരു വീടുണ്ടാക്കുക എന്ന് പറയുന്നത് എല്ലാ പ്രവാസിയിലും ഒരു സ്വപ്നമായിരിക്കും അല്ലേ. എന്തിനു പറയാം, പല ആളുകളും പ്രവാസി ആയതുപോലും ഈ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ടായിരിക്കും. എന്നാൽ 1,00,000 രൂപ വരെ ഹോം ലോണിന് സബ്സിഡി ആയിട്ട് നമ്മളെ കേരള പ്രവാസി പെൻഷൻ സ്കീം വഴി കിട്ടുമെന്നുള്ള കാര്യം ഒരു പക്ഷേ പല ആളുകൾക്കും ഒരു പുതിയൊരു അറിവായിരിക്കും. നമ്മൾ പ്രവാസി പെൻഷനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ പെൻഷൻ കൂടാതെ ഇതുപോലെ ഒരുപാട് ധനസഹായങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ എന്തൊക്കെ ധനസഹായങ്ങളാണ്, എന്തൊക്കെ സാമ്പത്തിക സഹായങ്ങളാണ് നമ്മളെ പെൻഷൻ സ്കീമിൽ ജോയിൻ ചെയ്ത പ്രവാസിക്ക് കിട്ടുക, നമുക്ക് ഓരോന്നും 1 by 1 ആയിട്ട് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യാം. അതുപോലെ ഈ പ്രവാസി പെൻഷൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രവാസി പെൻഷൻ ആർക്കൊക്കെ കിട്ടുക, എത്ര രൂപയാണ് അതിൽ പേയ്മെൻറ്റ് അടക്കേണ്ടത്, എത്ര രൂപയിൽ പെൻഷൻ കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിരുന്നു. ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം ആ വീഡിയോ കാണുക. ഞാൻ ആ വീഡിയോയുടെ തുടർച്ചയാണിത്. അപ്പോൾ എന്നാലാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ എന്തൊക്കെ ധനസഹായങ്ങളാണ് നമ്മൾ ഈ പ്രവാസി പെൻഷൻ സ്കീമുകളിൽ കിട്ടുക? പ്രധാനമായി 7 തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളാണ് അല്ലെങ്കിൽ ബെനിഫിറ്റുകളാണ് നമുക്ക് ഈ പ്രവാസി പെൻഷൻ സ്കീം വഴി കിട്ടുക. ഇതിൽ ഒന്നാമത്തെ പറഞ്ഞാൽ മാരേജ് ഗ്രാൻഡാണ്, രണ്ടാമത്തെ എഡ്യൂക്കേഷൻ ഗ്രാൻഡ്, മൂന്നാമത്തത് മെറ്റേണിറ്റി ബെനിഫിറ്റ്, നാലാമത്തെ ഫാമിലി പെൻഷൻ, അഞ്ചാമത്തെ ഡിസബിലിറ്റി പെൻഷൻ, ആറാമത്തെ ഹൗസിംഗ് ലോണ് സബ്സിഡി, ഏഴാമത്തത് ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് അസിസ്റ്റൻസ്. ഇതിൽ ഓരോന്നും എത്ര രൂപയാണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുക, അതുപോലെ എന്താണ് ഇതിൻ്റെ കണ്ടീഷൻ നോക്കുക. ഇതിൽ ഒന്നാമത്തൊന്ന് മാരേജ് ഗ്രാൻഡ്, അതായത് പ്രവാസി ക്ഷേമ നിധിയിൽ പേയ്മെൻറ്റ് അടച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പെൺകുട്ടികളുടെ വിവാഹത്തിന് 10,000 രൂപ ധനസഹായമായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് മാക്സിമം 2 പെൺകുട്ടികളുടെ വിവാഹത്തിനാണ് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുക, 10,000 രൂപ ധനസഹായമായിട്ട് കിട്ടുക. അതുപോലെ തന്നെ മിനിമം 3 വർഷമെങ്കിലും ഈ ക്ഷേമനിധിയിൽ പേയ്മെൻറ്റ് അടച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുക. ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക, ഇത് പെൺകുട്ടികളുടെ വിവാഹത്തിന് മാത്രമാണ് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുക. ഇനി രണ്ടാമത്തെ പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഗ്രാൻഡ്, അതായത് പ്രവാസി ക്ഷേമനിധിയിൽ പേയ്മെൻറ്റ് അടച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഗ്രാൻഡ് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടുന്നതായിരിക്കും. ഇത് ഒരു അധ്യയന വർഷം 4,000 രൂപയാണ് നിങ്ങൾക്ക് ഗ്രാൻഡ് അല്ലെങ്കിൽ സ്കോളർഷിപ്പായിട്ട് കിട്ടുക. ഇത് പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ +2 കഴിഞ്ഞിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കോഴ്സ് എടുത്ത് പഠിക്കുന്ന ആളുകൾക്കാണ് ഒരു അധ്യയന വർഷം 4,000 രൂപ ഗ്രാൻഡായിട്ട് കിട്ടുക. ഇനി ഇത് മാക്സിമം 2 കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട്, അതായത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ, മാക്സിമം 2 കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുക. ഇനി മൂന്നാമത്തെ പറഞ്ഞാൽ മെറ്റേണിറ്റി ബെനിഫിറ്റ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയണമെന്ന് വെച്ചാൽ ഇത് സ്ത്രീകൾക്കാണ് ഈ ബെനിഫിറ്റ്. അതായത് പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്തെടുത്ത സ്ത്രീകൾ, ഫോർ എക്സാമ്പിൾ കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്തെടുക്കാം, അവർക്ക് പേയ്മെൻറ്റ് എടുക്കാം. അപ്പോൾ അങ്ങനെ പേയ്മെൻറ്റ് എടുത്ത ആളുകൾക്കാണ് ഈ ഒരു ബെനിഫിറ്റ്. അതുപോലെ മിനിമം 2 വർഷമെങ്കിലും തുടർച്ചയായിട്ട് പേയ്മെൻറ്റ് അടച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു ധനസഹായം കിട്ടുക. ഒരു പ്രസവത്തിന് 3,000 രൂപ ആണ് ഒരു ധനസഹായമായിട്ട് കിട്ടുക. അതുപോലെ മാക്സിമം 2 പ്രസവത്തിനാണ് കിട്ടുക. അതുപോലെ ഇത് അബോഷനായിട്ട് അങ്ങനത്തെ കേസുകളാണെങ്കിലും 2,000 രൂപയും ധനസഹായം കിട്ടുന്നത്. ഇനി നാലാമത്തെന്ന് പറഞ്ഞാൽ ഫാമിലി പെൻഷനാണ്. ഈ ഫാമിലി പെൻഷൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ 2 കേസ് വരുന്നുണ്ട്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പെൻഷൻ പേയ്മെൻറ്റ് അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അയാൾ എത്ര രൂപയാണോ പേയ്മെൻറ്റ് അടച്ചത്, ഫോർ എക്സാമ്പിൾ ഞാൻ 5 വർഷം പേയ്മെൻറ്റ് അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ക്ഷേമനിധിയിൽ മന്ത്ലി പേയ്മെൻറ്റ് അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെടുകയാണെങ്കിൽ എനിക്ക് എത്ര രൂപയാണോ ഞാൻ ടോട്ടൽ പേയ്മെൻറ്റ് അടച്ചത് ആ തുകയും പ്ലസ് അതിൻ്റെ ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് തുകയും കൂടി ഞാൻ ആരെയാണോ നോമിനിയായിട്ട് മെൻഷൻ ചെയ്ത് അവർക്ക് ആ എമൗണ്ട് കിട്ടുന്നതായിരിക്കും. ഇത് കൂടാതെ മരണാനന്തര ധനസഹായം അല്ലെങ്കിൽ ഡെത്ത് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഈ കാറ്റഗറിയിലെ 1A കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ 50,000 രൂപയും, രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ 30,000 രൂപയും, മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ 20,000 രൂപയും മരണാനന്തര ധനസഹായം എന്നുള്ള നിലക്ക് കിട്ടുന്നതായിരിക്കും ഈ നോമിനിക്ക്. ഇനി ഈ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ് മരണപ്പെടുന്നത്, അതായത് 60 വയസ്സിന് ശേഷം ഈ പെൻഷൻ കിട്ടി തുടങ്ങിയതിന് ശേഷമാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ അയാൾക്ക് ഈ സെയിം മരണാനന്തര ധനസഹായം കിട്ടുന്നതായിരിക്കും. ഈ 50,000 അല്ലെങ്കിൽ 30,000 20,000 ഈ ഏത് കാറ്റഗറിയിലാണോ മരണാനന്തര ധനസഹായം കിട്ടും. ഇത് കൂടാതെ അയാൾ എത്ര രൂപയാണോ പെൻഷൻ വാങ്ങിക്കുന്നത്, ഫോർ എക്സാമ്പിൾ 7,000 രൂപ പെൻഷൻ വാങ്ങിക്കുന്ന ഒരാളാണ് മരണപ്പെടുന്നതെങ്കിൽ അയാളെ നോമിനിക്ക് ആ പെൻഷൻ തുകയുടെ പകുതി, അതായത് 3,500 രൂപ ആ നോമിനി മരണം വരെ തുക പെൻഷൻ കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ 6,000 രൂപയാണെങ്കിൽ അയാളെ നേർപകുതി 3,000 രൂപ ആ ഒരു നോമിനി മരണപ്പെടുന്ന ആരാണോ നമുക്ക് നോമിനിയായിട്ട് മെൻഷൻ ചെയ്ത്, പിന്നെ മാതാപിതാക്കളോ അല്ലെങ്കിൽ വൈഫോ
വട്ടവർ അവർക്ക് ആ ഒരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും. ഇനി അഞ്ചാമത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസബിലിറ്റി പെൻഷൻ. അതായത് ഈ പെൻഷൻ അല്ലെങ്കിൽ പേയ്മെൻറ്റ് അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡൻറ്റോ മറ്റു ബുദ്ധിമുട്ടുകളോ വന്നിട്ട് അയാൾക്ക് ഡിസബിലിറ്റി വരികയാണെങ്കിൽ, അതായത് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരികയാണെങ്കിൽ അയാൾക്ക് ഒരിക്കലും 60 വയസ്സ് വരെ പെൻഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ഫോർ എക്സാമ്പിൾ, ഒരാൾ 30ാമത്തെ വയസ്സിൽ ഈ ക്ഷേമനിധിയിൽ അംഗത്തെടുത്തു, പേയ്മെൻറ്റ് അടച്ചു തുടങ്ങി. അങ്ങനെ അയാൾക്ക് ഒരു 40ാമത്തെ വയസ്സിലൊക്കെ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് കാര്യങ്ങൾ വന്നിട്ട് അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരികയാണെങ്കിൽ അയാൾക്ക് ആ 40ാമത്തെ വയസ്സ് മുതൽ ഈ ഒരു പെൻഷൻ കിട്ടി തുടങ്ങുന്നതായിരിക്കും. ആൾ ഒരിക്കലും 60 വയസ്സ് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 6ാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നേരത്തെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹോം ലോണ് സബ്സിഡി. അതായത് ഒരു ക്ഷേമനിധിയിൽ പേയ്മെൻറ്റ് അടച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ പുതിയതായിട്ടൊരു വീട് വെക്കുകയോ അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങിക്കുകയോ ചെയ്യും. അപ്പോൾ ആ സമയത്ത് അയാൾ ലോണ് സമീപിച്ചു. അപ്പോൾ മാക്സിമം അയാൾക്ക് ഒരു 20 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് ആ ലോൺ എമൗണ്ടിൻ്റെ 5%, അതായത് 1 ലക്ഷം രൂപ, മാക്സിമം 1 ലക്ഷം രൂപ വരെയുള്ള സബ്സിഡി ഈ ഒരു പ്രവാസി ക്ഷേമ നിധി അല്ലെങ്കിൽ പ്രവാസി വെൽഫെയർ ബോർഡ് വഴി കിട്ടുന്നതായിരിക്കും. ഇത് പ്രത്യേകം നോട്ട് ചെയ്യുന്നത് വെച്ചാൽ പുതിയ വീട് വാങ്ങാനോ അല്ലെങ്കിൽ പുതിയ വീട് പണിയാനോ വേണ്ടിയിട്ടാണ് ഈ ഒരു ബെനിഫിറ്റ് കിട്ടും. നിലവിലുള്ള വീട് പുതുക്കി പണിയാനോ അല്ലെങ്കിൽ റിപ്പയർ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഈ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ലോണ് കാര്യങ്ങളൊക്കെ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിനാണ് ഈ ഒരു സബ്സിഡി എമൗണ്ട് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുക, അതായത് പ്രവാസി വെൽഫെയർ ബോർഡ് ട്രാൻസ്ഫർ ചെയ്യുക. ഇനി അവസാനത്തെ അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് അസിസ്റ്റൻസ്. 7ാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് അസിസ്റ്റൻസ്. ഇതൊരിക്കലും ഇൻഷുറൻസ് അല്ല, ഇൻഷുറൻസ് ആയിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഈ ഇൻഷുറൻസ് നോർക്കയുടെ ഇൻഷുറൻസ് വേറെ ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള അസുഖമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും അതിൽ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അടച്ച് നമ്മൾ ഡിസ്ചാർജ് ആയതിനു ശേഷം നമുക്ക് ആ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ പ്രവാസി ക്ഷേമനിധിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ അംഗത്തുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് മാക്സിമം 50,000 രൂപ വരെ ഈ റീഇംബേഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ റീഫണ്ട് കിട്ടുന്നതായിരിക്കും. ഇതൊരിക്കലും ഇൻഷുറൻസ് അല്ല, ഇൻഷുറൻസ് വേറെ ഉണ്ട്. അപ്പോൾ ഇത്രയും ബെനിഫിറ്റുകൾ നമ്മൾ ഈ പ്രവാസി ക്ഷേമനിധി അല്ലെങ്കിൽ ഈ പ്രവാസി പെൻഷൻ വഴി കിട്ടും. അപ്പോൾ ഇത്രയും ബെനിഫിറ്റൊക്കെ ഉള്ള സാധനം നമുക്ക് എങ്ങനെയാണ്, എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻ്റ് വേണ്ടി എന്നുള്ളത് നോക്കണം. ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കേരള പ്രവാസി വെൽഫെയർ ബോർഡ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ ആണ്. അപ്പോൾ ഇത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണല്ലോ, വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല. എന്നിരുന്നാൽ പോലും ഞാൻ ആരെയും ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ അടുത്തുള്ള അക്ഷയോ അല്ലെങ്കിൽ ഇത് സ്ഥിരം ഇങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ ചെയ്യുന്ന ഏതെങ്കിലും കഫേയോ അല്ലെങ്കിൽ പ്രവാസി സേവാ കേന്ദ്രവയോ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇതിന് വേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് വേണ്ടതെന്ന് വെച്ചാൽ ആധാർ കാർഡ്, അതുപോലെ നിങ്ങളെ ഏതെങ്കിലും വോട്ടർ ID കാർഡ്, പിന്നെ അതുപോലെ നിങ്ങളെ പാസ്പോർട്ടിൻ്റെ കോപ്പി, ഫ്രണ്ട് ബാക്ക് പാസ്പോർട്ടിൻ്റെ കോപ്പി, നിങ്ങളെ വിസ കോപ്പി, അതായത് നിങ്ങളെ ഇനി വിസ സ്റ്റാമ്പ് ചെയ്യാത്ത കേസ് ഉണ്ടാവും ചില കൺട്രീസിലൊക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ID, ഖത്തർ IDയോ എമിറേറ്റ്സ് IDയോ അങ്ങനെയുള്ള ഇത്. ഇനി നിങ്ങൾ എക്സിറ്റ് അടിച്ച് വന്ന ആളാണെങ്കിൽ നിങ്ങളെ പഴയ വിസേൻ്റെ ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൂഫ്. ഇനി നിങ്ങൾ 3rd കാറ്റഗറിയുള്ള ആളാണെങ്കിൽ, നിങ്ങളിപ്പോൾ ബാംഗ്ലൂർ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ആ സ്ഥാപനത്തിൻ്റെ ID കാർഡോ, ഇനി അതല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നിങ്ങൾ ജോലി ചെയ്യുന്നുള്ള ഒരു രേഖ. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള ലൈസൻസോ, പഞ്ചായത്ത് ലൈസൻസോ, ട്രേഡ് ലൈസൻസോ അങ്ങനെയുള്ള രേഖകളാണ് വേണ്ടി. അതുപോലെ പിന്നെ വേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ആക്റ്റീവായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ, നിങ്ങളെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത്രയും ഡോക്യുമെൻ്റാണ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടത്. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളെ നിങ്ങളെ ഇമെയിൽ ID, ഫോൺ നമ്പർ. അപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ 200 രൂപയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ അക്ഷയയിലോ എവിടെയാണെങ്കിൽ അവിടെ ഒരു സർവീസ് ചാർജ് 200-250 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയാണ് ഇതിന് വേണ്ടി. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 15 ദിവസം കൊണ്ടാണ് നിങ്ങളെ ID ക്രിയേറ്റ് ആവുക. അപ്പോൾ 15 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ IDയിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ID ക്രിയേറ്റ് ആയി എന്നുള്ള മെസ്സേജ് വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ കിട്ടുന്ന ID നമ്പർ, ഇതാണ് നിങ്ങളുടെ റെഫറൻസ് നമ്പർ. ഇതുപയോഗിച്ചാണ് നിങ്ങൾ മാസം പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത്. നിങ്ങൾക്ക് ഓൺലൈൻ വഴിയോ ഇനി അതല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ UPI, ഗൂഗിൾ പേ വഴിയോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നെറ്റ് ബാങ്ക് വഴിയോ അങ്ങനെയെങ്കിലും നിങ്ങൾക്ക്, ഇനി അതെല്ലാം അക്ഷയ പോയിട്ട് ഡയറക്റ്റ് 6 മാസത്തേക്കൊക്കെ പേയ്മെൻറ്റ് ഒരുമിച്ച് അടക്കണേ അങ്ങനെ അടക്കാം. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടക്കാം. അപ്പോൾ ഇത് ഒരിക്കലും നിങ്ങൾ ആരും തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷന്
നാളത്തേക്ക് മാറ്റി വെക്കരുത്. നിങ്ങൾ വിദേശത്തുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നാട്ടിൽ വേണമെന്നില്ല, നിങ്ങളെ ഡിജിറ്റൽ സിഗ്നേച്ചർ ആവാണ്ടും ഇത്രയും ഡോക്യുമെൻറ്റ് നിങ്ങളെ അടുത്തുള്ള അക്ഷയയിലോ ഇനി അതല്ല നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളെ അറിവിലുള്ള ഏതെങ്കിലും കഫേയിലോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്തു തരുന്നതായിരിക്കും. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനൊരു നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഈ ആപ്ലിക്കേഷനൊക്കെ ചെയ്യുന്ന അവർ ത്രൂ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലും നാളത്തേക്ക് മാറ്റി വെക്കാൻ പാടില്ല. കാരണം ഇത് നിങ്ങൾ ഓരോ വർഷം വാങ്ങുന്നതിനനുസരിച്ച് നിങ്ങളെ പെൻഷൻ എമൗണ്ടാണ് കുറയുക. അതുപോലെ ഈ സാമ്പത്തിക സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഈ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങളെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളെ പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. ആർക്കെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരമായിരിക്കും ഇത്. ഇനി അത് കൂടാതെ നമ്മൾ അടുത്ത വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഇതിൽ ചെയ്യുന്ന അബദ്ധങ്ങൾ, അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ എല്ലാം സബ്മിറ്റ് ചെയ്താൽ പോലും നിങ്ങളെ പെൻഷൻ എമൗണ്ട് കുറയാൻ, അല്ലെങ്കിൽ കാറ്റഗറി ചേഞ്ച് ചെയ്യാതിരിക്കുക, നിങ്ങൾ ഗൾഫിൽ നിന്ന് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാറ്റഗറി ചേഞ്ച് ചെയ്യണമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് പലർക്കും പറ്റുന്ന അബദ്ധങ്ങൾ ഈ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം എന്നെ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് ഇന്ന് തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളിത് ചെയ്യണമെന്ന് ഞാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ. താങ്ക് യു.